മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് മരിച്ച ആദിവാസി സ്ത്രീ സീതയുടേത് കൊലപാതകം. പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമെന്ന് വ്യക്തമായത്. സീതയെ കാട്ടാന ആക്രമിച്ചെന്നായിരുന്നു ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത്. സീതയെ കാട്ടാന ആക്രമിച്ചതല്ലെന്ന് വനം വകുപ്പിന് സംശയമുണ്ടായിരുന്നെന്ന് DFO. ഇക്കാര്യം DYSPയെ അറിയിച്ചിരുന്നെന്നും വനത്തിൽ കാട്ടാന ആക്രമണത്തിന്റെ ലക്ഷണം ഇല്ലായിരുന്നെന്നും DFO. ചിന്നക്കനാലിൽ കളക്ടർ V. വിഘ്നേശ്വരി നേരിട്ടെത്തി സ്ഥലപരിശോധന നടത്തും. തിങ്കളാഴ്ചയാണ് കളക്ടർ ചിന്നക്കനാലിൽ എത്തുക. നടപടി മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പട്ടയ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി. മലയോരത്ത് മഴ ശക്തമായി തുടരുന്നു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും തുടരുകയാണ്. ഗ്യാപ് റോഡിൽ രാത്രികാല യാത്രയും സാഹസിക വിനോദസഞ്ചാരത്തിനും വിലക്ക്. വിശദമായ വാർത്തകളിലേക്ക്. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് മരിച്ച ആദിവാസി സ്ത്രീ സീതയുടേത് കൊലപാതകമെന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമെന്ന് വ്യക്തമായത്. വനത്തിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകവെ സീതയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു സീതയുടെ ഭർത്താവ് പറഞ്ഞിരുന്നത്. കാട്ടാന ആക്രമണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നതിനിടയിലാണ് സീതയുടെ മരണം കൊലപാതകമെന്ന് വ്യക്തമാകുന്നത്. ഭർത്താവ് ബിനുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെയാണ് പ്ലാക്കത്തടം ആദിവാസി കോളനിയിലെ മലമ്പണ്ടാർ വിഭാഗത്തിൽപ്പെട്ട സീത എന്ന 54-കാരി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഭർത്താവ് ബിനു വ്യക്തമാക്കിയത്.
വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ടെത്തിയ കാട്ടാന സീതയെ ആക്രമിക്കുമായിരുന്നുവെന്നും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നുമായിരുന്നു ബിനു പറഞ്ഞിരുന്നത്. ഇതോടെ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. സീതയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമടക്കം നൽകുന്നതിന് വനം വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ സീതയുടെ മരണം കൊലപാതകമെന്ന് വ്യക്തമാകുന്നത്. വന്യമൃഗാക്രമണത്തിന്റെ ലക്ഷണങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയില്ല. സീതയുടെ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകളുണ്ട്. മുഖത്തും കഴുത്തിലും മൽപിടുത്തത്തിന്റെ പാടുകൾ കണ്ടെത്തി. തലയുടെ വലതുഭാഗം പലതവണ പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചു. തലയുടെ ഇടതുവശത്തും ക്ഷതമുണ്ട്. മരത്തിൽ ഇടിപ്പിച്ചതാകാമെന്നാണ് സൂചന. തലയുടെ പിന്നിൽ പരിക്ക് വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നാണ് കരുതപ്പെടുന്നത്. ഉയർന്ന ഭാഗത്തു നിന്ന് സീത താഴേക്ക് വീണിട്ടുണ്ട്. പാറയിൽ തലയടിച്ചാണ് വീണത്. ഇടതുവശത്തെ 7 വാരിയെല്ലുകൾ ഒടിയുകയും 2 ശ്വാസകോശത്തിൽ കുത്തിക്കയറുകയും ചെയ്തിരുന്നു. വലതുവശത്തെ 6 വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. നാഭിക്ക് തൊഴിയേറ്റതായും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. തലയുടെ വലതുവശത്താണ് കൂടുതൽ പരിക്കുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ബിനു പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. സിറ്റി വിഷൻ, പീരുമേട്. പീരുമേട്ടിൽ കൊല്ലപ്പെട്ട സീതയെ കാട്ടാന ആക്രമിച്ചില്ലെന്ന സംശയം ഇന്നലെ തന്നെ വനം വകുപ്പിന് ഉണ്ടായിരുന്നെന്നും ഇത് ഡിവൈഎസ്പിയെ അറിയിക്കുകയും കൃത്യമായ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ആവശ്യപ്പെട്ടിരുന്നെന്നും ഡിഎഫ്ഒ പറഞ്ഞു. സംഭവ സ്ഥലത്ത് നേരിട്ടെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവിടെ കാട്ടാന എത്തിയതായി സ്ഥിരീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല. ഇതാണ് സംശയത്തിന് ഇടയാക്കിയതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ വനം വകുപ്പിന്റെ സംശയങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും ഡിഎഫ്ഒ വ്യക്തമാക്കി. ഇവരുടെ ശരീരത്തിലുള്ള മുറിവുകൾ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു ആനയുടെ ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മുറിവുകളൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല തന്നെയും ആന ആക്രമിച്ചു എന്ന് ശ്രീ ബിനു പറഞ്ഞു. ആന ആക്രമിച്ചെന്നല്ല, തന്നെ ആനയെടുത്ത് എറിഞ്ഞിരുന്നു. അതായത് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ ആനയെടുത്ത് എറിഞ്ഞിരുന്നു എന്ന് ബിനു പറഞ്ഞിരുന്നു. അപ്പോൾ അപ്രകാരത്തിൽ ഈ ഒരു പരിക്കുകളൊന്നും ശ്രീ ബിനുവിൻ്റെ ശരീരത്തിൽ കാണാത്തതിനാൽ ശ്രീ ബിനുവിനെ വിശദമായിട്ടുള്ള വൈദ്യ പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു. അപ്പോൾ ബിനുവിൻ്റെ ശരീരത്തിലും എക്സ്റേ അടക്കമുള്ള പരിശോധനകളിൽ യാതൊരു മുറിവുകളും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ കാര്യം നമ്മുടെ സംശയം ബലപ്പെട്ടു. അപ്പോൾ ഇന്നലെ തന്നെ പീരുമേട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ അന്നേരം അവിടെ സന്നിഹിതനായിരുന്ന പീരുമേട് ഡിവൈഎസ്പിയോട് ഇക്കാര്യം സൂചിപ്പിച്ചു. വനം വകുപ്പിന് ഇക്കാര്യത്തിലുള്ള സംശയങ്ങൾ പറഞ്ഞിരുന്നു. കാരണം സ്പോട്ടിലുള്ള ലക്ഷണങ്ങളോ അവിടെ ആന വന്നതിൻ്റെ ലക്ഷണങ്ങളോ ഒന്നും തന്നെ കാണാനില്ലായിരുന്നു. ഈ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെയാണ്, ഇയാളുടെ പരിക്കുകൾ എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് വിശദമായിട്ടുള്ള ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം വേണമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇക്കാര്യത്തിൽ ഈ ബിനുവിൻ്റെ പരിക്കുകൾ ഇല്ല എന്നുള്ളത് വന്നതിനെ തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും പോസ്റ്റ്മോർട്ടം നടന്ന ഡോക്ടറെ കണ്ട് ഇക്കാര്യം വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ വകുപ്പിൻ്റെ വനംവകുപ്പിൻ്റെ സംശയങ്ങളെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ഫലങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ചിന്നക്കനാലിൽ കളക്ടർ വി വിഘ്നേശ്വരി നേരിട്ടെത്തി സ്ഥലപരിശോധന നടത്തും. തിങ്കളാഴ്ചയാണ് കളക്ടർ ചിന്നക്കനാലിൽ എത്തുക. മന്ത്രി കെ രാജന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചിന്നക്കനാലിലെ പട്ടയ നടപടികൾ ജില്ലാ ഭരണകൂടം വേഗത്തിലാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കളക്ടർ നേരിട്ടെത്തുന്നത്. സിംഗുകണ്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതും കർഷകർക്ക് ഏറെ പ്രതീക്ഷയാണ് പകർന്നു നൽകുന്നത്. കയ്യേറ്റങ്ങളും ഭൂപ്രശ്നങ്ങളും കൊണ്ട് എന്നും വിവാദ ഭൂമിയായി നിൽക്കുന്ന ചിന്നക്കനാലിൽ കുടിയേറ്റ കർഷകർക്ക് പട്ടയമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സിംഗുകണ്ടത്തടക്കം കുടിയേറ്റ കർഷകർ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തതോടെ പട്ടയ ഭൂപ്രശ്നങ്ങളിൽ വലിയ പ്രതിഷേധവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് CPI ജില്ലാ സെക്രട്ടറി കെ സലിംകുമാറിന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി കെ രാജനെ നേരിൽ കാണുകയും തുടർന്ന് പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്തുവാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്നക്കനാലിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചത്. കഴിഞ്ഞ 5-ാം തീയതി ഇത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിലാണ് ജില്ലാ കളക്ടർ ചിന്നക്കനാലിൽ നേരിട്ടെത്തി സ്ഥലപരിശോധന നടത്തുന്നതിന് തീരുമാനമെടുത്തത്. കളക്ടർ നേരിട്ടെത്തുമ്പോൾ ദേവികുളം സബ് കളക്ടർ, സർവേ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ, ഉടുമ്പൻചോല തഹസിൽദാർ, LR തഹസിൽദാർ, ITDP പ്രോജക്ട് ഓഫീസർ, DTPC അധികൃതർ, ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ എന്നിവരോട് നേരിട്ടെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തവണയെങ്കിലും തങ്ങളുടെ പട്ടയ സ്വപ്നം സാക്ഷാത്കാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ചിന്നക്കനാലുകാർ. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. മലയോരത്ത് മഴ ശക്തമായി തുടരുന്നു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും തുടരുകയാണ്. ഗ്യാപ് റോഡിലൂടെയുള്ള രാത്രികാല യാത്രയും സാഹസിക വിനോദസഞ്ചാരവും 17 വരെ നിരോധിച്ചിരിക്കുകയാണ്. ഒപ്പം പാറ ഖനനത്തിനും നിരോധനമുണ്ട്. മഴ വീണ്ടും ശക്തിയായതിന്റെ പശ്ചാത്തലത്തിൽ കല്ലാർകുട്ടി, പാമ്പ്ള അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ്. പന്നിയാർ, മുതിരപ്പുഴ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
കാലവർഷത്തെ നേരിടാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എല്ലാ ഉദ്യോഗസ്ഥരും ഹെഡ്ക്വാർട്ടേഴ്സിൽ തുടരണമെന്ന നിർദ്ദേശവും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ മേഖലയിലും കാലവർഷ മഴയെ നേരിടാൻ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ആവശ്യമെങ്കിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ക്യാമ്പുകൾ തുറക്കുന്നതിനും എല്ലാം സജ്ജമാണ്. എന്നിരുന്നാലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ഇനി സിറ്റി വിഷൻ പരമ്പര ആനക്കലിയുടെ ഇരകൾ. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും വനംവകുപ്പ് പ്രഖ്യാപിച്ച പ്രതിരോധ പദ്ധതികൾ ഫയലിൽ ഉറങ്ങുന്നു. ചിന്നക്കനാൽ ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങളിൽ കോടികളുടെ പദ്ധതികളാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് പ്രഖ്യാപിച്ചത്. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇത് നടപ്പിലാക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 9 പേർക്കാണ്. കാട്ടാനയാക്രമണത്തിൽ മാത്രം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട നാടാണ് ഇടുക്കി. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ 50-ലധികം പേരാണ് കാട്ടാനയാക്രമണത്തിൽ മാത്രം ജില്ലയിൽ മരണപ്പെട്ടിട്ടുള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിനെതിരെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾക്കും സാക്ഷിയായ നാടാണ് മലയോരം. നാട്ടുകാരുടെ സുരക്ഷയ്ക്കായി ഊണും ഉറക്കവുമില്ലാതെ ഉണർന്നു പ്രവർത്തിച്ചിരുന്ന വനം വകുപ്പ് വാച്ചർ ശക്തിവേൽ മരണപ്പെട്ടതോടെയായിരുന്നു ഏറ്റവും വലിയ പ്രതിഷേധമുയർന്നത്. ഇതോടെയാണ് വനം വകുപ്പ് വന്യജീവി പ്രതിരോധത്തിന് വിശാലമായ 2 കോടിയുടെ പദ്ധതി തയ്യാറാക്കിയത്. അന്നത്തെ DFO ആയിരുന്ന രാജു കെ ഫ്രാൻസിസ് ആയിരുന്നു പദ്ധതി സർക്കാരിന് സമർപ്പിക്കുകയും തുടർന്ന് പദ്ധതിക്ക് അംഗീകാരവും നൽകിയത്. എന്നാൽ ഈ പദ്ധതി ഇന്നും നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല, ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷവും നിരവധി പേരാണ് കാട്ടാനക്കലിയിൽ ഇല്ലാതായത്. കാട്ടാന തകർത്ത 100 കണക്കിന് വീടുകൾക്കും വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ആളുകൾ മരണപ്പെടുമ്പോൾ ഉയരുന്ന പ്രതിഷേധത്തെ തുടർന്ന് വനം വകുപ്പിന്റെയും മറ്റും ഉന്നത ഉദ്യോഗസ്ഥരെത്തി നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ചു മടങ്ങും. അതുമാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. മരണപ്പെടുന്ന കുടുംബത്തിന് 10 ലക്ഷം നഷ്ടപരിഹാരം നൽകാൻ വനം വകുപ്പ് മാറ്റിവെക്കുമ്പോൾ ആ തുകയെങ്കിലും മുടക്കി പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തി ആളുകളുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിയില്ലേ എന്നാണ് മലയോരം ഒന്നാകെ ചോദിക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. വന്യമൃഗങ്ങളെ തുരത്താൻ സംസ്ഥാന കൃഷി വിജ്ഞാന കേന്ദ്രം രൂപകൽപ്പന ചെയ്ത ഈ ലൈറ്റുകളുടെ വിതരണം തുടങ്ങി. കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലായി 200 ലൈറ്റുകളാണ് വിതരണത്തിന് എത്തിച്ചിട്ടുള്ളത്. വന്യമൃഗ ശല്യമുള്ള മേഖലകളിലെ കർഷകർക്ക് സൗജന്യമായിട്ടാണ് ലൈറ്റുകൾ വിതരണം ചെയ്യുന്നതെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. വന്യമൃഗങ്ങളെ തുരത്താൻ കർഷകർക്ക് കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന കൃഷി വിജ്ഞാന കേന്ദ്രം ഈ ലൈറ്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വന്യജീവി ശല്യം കൂടുതലായുള്ള കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലായി 200 ലൈറ്റുകളാണ് വിതരണത്തിനെത്തിച്ചിട്ടുള്ളത്. വന്യമൃഗശല്യമുള്ള മേഖലകളിലെ കർഷകർക്ക് സൗജന്യമായിട്ടാണ് ലൈറ്റുകൾ വിതരണം ചെയ്യുന്നത്. രാത്രിയിൽ ഇടവിട്ട നീല വെളിച്ചം പുറപ്പെടുവിക്കുന്നതാണ് ഉപകരണത്തിന്റെ പ്രവർത്തന രീതി. സോളാർ പാനലുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗപ്പെടുത്തിയാണ് ഉപകരണം പ്രവർത്തിക്കുന്നത്. ഉപകരണം പുറപ്പെടുവിക്കുന്ന പ്രകാശം മൃഗങ്ങളെ അലോസരപ്പെടുത്തുമെന്നും ഇതുമൂലം ഇവ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള മേഖലയിൽ പ്രവേശിക്കില്ലെന്നുമാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇവിടെ നിരവധി ആനകളുടെ ശല്യം എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ്. ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് 4 ദിവസമായി. 4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ചക്ക ഇതിൻ്റെ അടുത്ത് തന്നെ പരീക്ഷണത്തിന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. കാട്ടുപന്നി ശല്യമുള്ള പ്രദേശങ്ങളിൽ ഇവയുടെ ഉയരത്തിലും ആനശല്യമുള്ള പ്രദേശത്ത് ആനയുടെ ഉയരത്തിലും ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നുമാണ് കൃഷിവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പരീക്ഷണം വിജയിച്ചാൽ ഈ ലൈറ്റ് വന്യമൃഗശല്യമുള്ള മുഴുവൻ മേഖലകളിലും വിതരണം നടത്തുന്നതിനാണ് കൃഷിവകുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. സിറ്റി വിഷൻ, മറയൂർ. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയത്തിലും പ്രാവീണ്യം നൽകുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയാണ് സർക്കാർ നൂതന പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുരിക്കാട്ടുകുടി സർക്കാർ സ്കൂളിൽ ഫുട്ബോൾ മൈതാനം നിർമ്മിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ അനുവദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ നമുക്ക് തന്നെ ആവശ്യമായ ചില കാര്യങ്ങൾ മറ്റാരെയും ആശ്രയിക്കാതെ ചെയ്യാൻ കഴിയത്തക്കതാണ് എന്ന ബോധ്യപ്പെടാൻ സഹായകമാകുന്ന ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായം
നമുക്ക് ഏറ്റവും അനിവാര്യമാണ്. നമ്മുടെ ഘടനാപരമായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിൽ ശ്രദ്ധേയമാക്കുന്ന ആ നിലയെടുത്തതുകൊണ്ടാണ് സ്റ്റാറ്റ്സിൻ്റെ പദ്ധതിയിൽപ്പെടുത്തി ഇത്തരം പ്രോഗ്രാംസൊക്കെ രൂപപ്പെടുത്താനായിട്ട് ഗവൺമെൻറ് ചോദിക്കുന്നത്. അത് നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഈ സ്കൂളിന് കഴിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മീഡിയ ക്ലബ്ബ് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ വിനോദ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇടുക്കി പ്രസ് ക്ലബിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവരുടെ സംഘാടക മികവിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നത്. മുരിക്കാട്ടുകുടി ട്രൈബൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണറിന്റെയും മീഡിയ ക്ലബിന്റെയും നവീകരിച്ച മൈതാനത്തിന്റെയും ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. കഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ, പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വട്ടപ്പള്ളിൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ, റോയി എവറസ്റ്റ്, കട്ടപ്പന BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ KR ഷാജിമോൻ, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി ഡയറക്ടർ അഷറഫ് ആലങ്ങാട്, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KN സുരേഷ് കൃഷ്ണൻ, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഷിനു മാനുവൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ഇനി ചെറിയൊരു ഇടവേള, വളരെ വേഗം തിരിച്ചു വരാം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. മഴ പെയ്യുന്നതോടെ അടിമാലി ടൗണിൽ ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പ്രതിസന്ധിയാകുന്നു. കാൽനടയാത്രയും വാഹനയാത്രയും വെള്ളക്കെട്ടുണ്ടാകുന്നതോടെ ദുഷ്കരമാകുന്നുവെന്നതിനൊപ്പം വ്യാപാരികൾക്കും വെല്ലുവിളിയാകുകയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. മഴ കനത്ത് പെയ്യുന്നതോടെ അടിമാലി ടൗണിൽ ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്ത് ഇതാണ് അവസ്ഥ. പാതയോരത്ത് ചേർന്ന വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതോടെ കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ ക്ലേശകരമാകും. സദാസമയവും വിദ്യാർത്ഥികളും പ്രായമായവരുമൊക്കെ കാൽനടയാത്രക്കാരായി ഉള്ള പ്രദേശമാണിവിടം. നൂറുകണക്കിന് വാഹനങ്ങളും കടന്നു പോകുന്നു. ഇവർക്ക് മാത്രമല്ല വ്യാപാരികൾക്കും വെള്ളക്കെട്ട് വെല്ലുവിളിയാവുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിക്കുന്നത് പരസ്പര വാക്കുതർക്കങ്ങൾക്ക് വരെ ഇടവരുത്താറുണ്ട്. അധികമായി വെള്ളമുയർന്നാൽ റോഡിനോട് ചേർന്ന താഴ്ഭാഗത്ത് പ്രവർത്തിക്കുന്ന കടകളിലേക്കും വെള്ളം ഒഴുകിയെത്തും. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയ ചില ജോലികൾ വെള്ളക്കെട്ടിന് ആക്കം കൂട്ടി. വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുവാനുള്ള വഴിയൊരുക്കി ബന്ധപ്പെട്ടവർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി.
റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് വ്യക്തമാക്കി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡംഗം റെജു ഇടിയാക്കുന്നേൽ രംഗത്ത്. തോപ്പിൽപ്പടി വേഴമ്പിശ്ശേരിപ്പടി ചെമ്പകപ്പാറ റോഡ് പണിയുന്നതിന് താൻ തടസ്സം നിൽക്കുന്നുവെന്ന വാദം ശരിയല്ലെന്ന് റെജു അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രദേശത്തെ റോഡുകളുടെ നിർമ്മാണത്തിനായി കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ 32 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും റെജു ഇടിയാക്കുന്നേൽ വ്യക്തമാക്കി. കൊന്നത്തടി പഞ്ചായത്ത് പരിധിയിൽ വരുന്ന തോപ്പിൽപ്പടി വേഴമ്പശ്ശേരിപ്പടി ചെമ്പകപ്പാറ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളൊക്കെ മറുപടിയുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡംഗം റെജു ഇടിയാക്കുന്നേൽ രംഗത്ത് വന്നിട്ടുള്ളത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് റെജു വ്യക്തമാക്കി. നിലവിൽ ഫണ്ട് അനുവദിക്കുകയും വർക്ക് ഓർഡർ ആക്കുകയും ചെയ്തിരിക്കുന്നത് തോപ്പിൽപ്പടി വേഴമ്പശ്ശേരിപ്പടി പൊട്ടംകുളംപടി റോഡിനാണ്. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാധന സാമഗ്രികൾ ഇറക്കിക്കഴിഞ്ഞു. നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നുവെന്ന് പറയുന്ന തോപ്പിൽപ്പടി വേഴമ്പശ്ശേരിപ്പടി ചെമ്പകപ്പാറ റോഡ് മുമ്പ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉണ്ടായിരുന്നില്ല. നിലവിൽ ഈ റോഡ് ആളുകളുടെ ആവശ്യപ്രകാരം ആസ്തി രജിസ്റ്ററിൽ ചേർക്കുകയും നിർമ്മാണത്തിനായി 4 ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഏതാനും സമയമെടുക്കുമെന്നും റെജു ഇടിയാക്കുന്നേൽ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ ആളുകളെ നിർത്തി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഈ കാര്യത്തിൽ വ്യക്തമായ ധാരണയില്ലാത്ത ആളുകളെ നിർത്തിയാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. ആ റോഡിൽ നിർമ്മാണത്തോട് നടത്തുന്നതിന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെയോ മറ്റനുബന്ധ മേഖലയുള്ള ഏതൊരു ഉദ്യോഗസ്ഥനെയോ വിളിച്ച് ഞാൻ നിശ്ചയപ്പെടുത്തിയെന്നുള്ള വാർത്ത തെറ്റായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് ബന്ധമുള്ളതല്ല. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നിലവിലെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂവെന്നും നാളിതുവരെ താൻ ഈ നിലയിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂവെന്നും റെജു ഇടിയാക്കുന്നേൽ പറഞ്ഞു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റുകാരെ ഭീഷണിപ്പെടുത്തുകയോ തടസ്സം നിൽക്കുകയോ ചെയ്തിട്ടില്ല. പ്രദേശത്തെ റോഡുകളുടെ നിർമ്മാണത്തിനായി കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ 32.5 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ടെന്നും റെജു ഇടിയാക്കുന്നേൽ വ്യക്തമാക്കി. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റെജു ഇടിയാക്കുന്നേലിനൊപ്പം DCC അംഗങ്ങളായ ജോസ് മുളംചിറ, ജോർജ് കോയിക്കക്കുടി, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അജീഷ്, മണ്ഡലം സെക്രട്ടറി ജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. ചികിത്സാ സഹായ വിതരണവും അനുമോദന യോഗവും നടന്നു. രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചികിത്സാ സഹായ വിതരണവും നൽകിയത്. സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു ഉദ്ഘാടനം ചെയ്തു. 2024-25 അധ്യയന വർഷത്തിൽ SSLC, +2 ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ ആദരിച്ചത്. ബാങ്കിലെ സഹകാരികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെയാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സർവീസ് സഹകരണ മേഖല വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയാണ്. എന്നാൽ രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് പ്രതിസന്ധികൾ ഒന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്ക് എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ യൂണിയൻ ബാങ്ക്, SBI, ഫെഡറൽ ബാങ്ക് ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ അവർക്കൊക്കെ ഉള്ള ഒരു പരിമിതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു മേഖലയാണ് സർവീസ് സഹകരണ മേഖല. ബിരുദ പരീക്ഷയിൽ റാങ്ക് നേടിയ 2 വിദ്യാർത്ഥികളെയും +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 6 വിദ്യാർത്ഥികളെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 14 വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. എല്ലാ വിദ്യാർത്ഥികളെയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയും മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകുകയും ചെയ്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോർജ് അരിപ്രാക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ 1.25 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം വിതരണവും നടന്നു. ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ബാങ്ക് സെക്രട്ടറി അമ്പിളി ജോർജ്, ബാങ്ക് ജീവനക്കാർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ആദരിച്ചത്. രാജകുമാരി ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് EK രവി ഉദ്ഘാടനം ചെയ്തു.
SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് 2024-25 അധ്യയന വർഷത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. രാജകുമാരി ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരവ് KSSPA പ്രസിഡന്റ് EK രവി ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം നേടിയ KSSPA അംഗങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെ 11 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. സർവീസിൽ നിന്നും വിരമിച്ചവരുടെ സംഘടനയായ KSSPAയിലേക്ക് പുതുതായി എത്തിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടന്നു. യൂണിറ്റ് സെക്രട്ടറി കിങ്ങണി രാജേന്ദ്രൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PN ദേവസ്യ, ജില്ലാ കമ്മിറ്റി അംഗം PG വർഗീസ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ്, പൗലോസ് ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് മരിച്ച ആദിവാസി സ്ത്രീ സീതയുടേത് കൊലപാതകം. പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമെന്ന് വ്യക്തമായത്. സീതയെ കാട്ടാന ആക്രമിച്ചെന്നായിരുന്നു ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത്. സീതയെ കാട്ടാന ആക്രമിച്ചതല്ലെന്ന് വനം വകുപ്പിന് സംശയമുണ്ടായിരുന്നെന്ന് DFO. ഇക്കാര്യം DYSPയെ അറിയിച്ചിരുന്നെന്നും വനത്തിൽ കാട്ടാന ആക്രമണത്തിന്റെ ലക്ഷണം ഇല്ലായിരുന്നെന്നും DFO. ചിന്നക്കനാലിൽ കളക്ടർ V വിഘ്നേശ്വരി നേരിട്ടെത്തി സ്ഥലപരിശോധന നടത്തും. തിങ്കളാഴ്ചയാണ് കളക്ടർ ചിന്നക്കനാലിൽ എത്തുക. നടപടി മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പട്ടയ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി. മലയോരത്ത് മഴ ശക്തമായി തുടരുന്നു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും തുടരുകയാണ്. ഗ്യാപ് റോഡിൽ രാത്രികാല യാത്രയും സാഹസിക വിനോദസഞ്ചാരത്തിനും വിലക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.